ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടി അടിപൊളിയാണ്, ചോറിനും അടിപൊളിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു 100 ഗ്രാം പരിപ്പ് എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഊറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം കായവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് നല്ലതുപോലെ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വേകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി അരിഞ്ഞെടുക്കാം. പിന്നെ 2 പയർ, ഒരു അരമുറി ബീട്രൂട്ട്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, 2 ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട്. പിന്നെ 2 തക്കാളി, ഒരു സബോള, 2 വെണ്ടയ്ക്ക. എൻ്റെ കയ്യിൽ ഇത്ര പച്ചക്കറിയേ ഉള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമുക്ക് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചേക്കാം. ഇപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ആവശ്യമാണ്. ഞാൻ ഒരു മുറി തേങ്ങയും ഒരു ചെറിയൊരു കഷ്ണം സബോള എടുത്തിട്ടുണ്ട്. സബോളയ്ക്ക് പകരം ചെറുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു ചെറിയൊരു കഷ്ണം മുളകാണ്. മുളക് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അധികം വേണ്ട. പിന്നെ നമ്മളൊരു ചട്ടി എടുത്ത് അതിലേക്ക് നമ്മുടെ സബോളയും തേങ്ങയും മുളകും കൂടി ഇട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് വറന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു കഷ്ണം കായവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായം ഇല്ലെങ്കിൽ കായപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമ്മൾ കുറച്ച് സാമ്പാർ പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്ത് പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം തണുത്ത് കഴിയുമ്പോൾ. ഇപ്പോൾ പരിപ്പ് നല്ലതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കാവേ. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളി, കുതിർക്കാൻ വെച്ചിരുന്ന പുളി നല്ലപോലെ പിഴിഞ്ഞ് ആ പുളിവെള്ളവും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ തേങ്ങയുടെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിതിനകത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ ഇത് അരഞ്ഞ് മിക്സിയിൽ കിട്ടത്തില്ല. നിങ്ങൾക്ക് അരച്ചെടുക്കാൻ പറ്റും വെള്ളം ചേർക്കാതെ അരയ്ക്കാമെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് ആ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഈ ആവശ്യത്തിന് വെള്ളവും കൂടി ഊറ്റി കൊടുക്കാം. ഞാൻ ഈ പാത്രം ഒന്ന് കഴുകി അതിൻ്റെ വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു 2 വിസിൽ നമുക്കൊന്ന് അടുപ്പിക്കാം. ഈ കഷ്ണങ്ങളൊന്ന് വേകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മിക്സിയുടെ ജാറ് കഴുകി വെള്ളവും കൂടെ ഊറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇനി നമുക്ക്
കറി താളിച്ചും കൂടെ കൊടുക്കണം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും പിന്നെ ഒരു 2 ഇതള് കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മൂപ്പിച്ച് നമുക്ക് സാമ്പാറിലേക്ക് ഊറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് സാമ്പാർ ഇറക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് താളിച്ചതും കൂടെ ഊറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാവേ.